യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സ. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ ഓംകാരം ജപിക്കാം. എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. പറയേണ്ടി വരരുത് നിങ്ങൾ ജപിച്ചത് ശരിയായില്ല എന്ന്. എത്ര പേരുണ്ടോ അവിടെ അവരെല്ലാവരും ജപിക്കണം. ഇതാ നമ്മുടെ ഈ കൂട്ടധ്വനി ജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്നൊരു സങ്കല്പം ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവട്ടെ. പോരാ. എന്നെ ശബ്ദമാണല്ലോ പൊന്തി കാണുന്നത്. നിങ്ങൾ കണ്ട ആൾക്കാരില്ലേ അസലായിട്ട് ജപിക്കൂപ്പാ. ഇതെവിടേക്കാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്? മരണാനന്തരം. ഹരി ഓം തത്സ. ജയ ഗുരു ജയ ഗുരു. ശ്രീമദ് ഭാഗവതം നിഗമകൽപ്പ തരു. ആ തരുവിൻ്റെ ഫലം, തരുവില്ലാതെ ഫലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ശ്രീമദ് ഭാഗവതം തന്നെ നിഗമകൽപ്പതരു വേദകൽപ്പതരു ആവണം. അതിൻ്റെ ഫലവും ധാരാളം ഉണ്ടാവണം. ആ ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള വിഷയമാണ് ഇവിടുത്തെ ചർച്ച. ശാസ്ത്രവാക്യങ്ങൾ 2 തരത്തിലാണ്. ഞാൻ പറയട്ടെ കൂട്ടരെ, 2 തരത്തിലാണ്. അനുഭവ ആരൂഢം, അനുഭവ അനാരൂഢം എന്ന് 2. ഒന്ന് തിങ്സ് വിച്ച് ആർ എക്സ്പീരിയൻഷ്യൽ, അതേഴ്സ് വിച്ച് ആർ നോട്ട് എക്സ്പീരിയൻഷ്യൽ. നമ്മുടെ അനുഭവത്തിൽ ഏശുന്നതും ഏശാത്തതും. ഏശാത്തത് എന്താ? അനുഭവ അനാരൂഢ വിഷയെ സ്വർഗാദൗ സ്യാദ് ശങ്ക അസ്തിവ നവാ ഇതി. അനുഭവത്തിൽ ഏശാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ടാവും. ഏതുപോലെ? സ്വർഗമുണ്ടത്രേ, പക്ഷേ നമ്മൾ റോക്കറ്റ് പോയപ്പോഴൊന്നും കണ്ടെത്തിയില്ല. സ്വർഗമുണ്ട്. എന്താ അതിന് തെളിവ്? ജ്യോതിഷ്ഠോമയാഗം നടത്തി സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോയിട്ട് ഞാൻ അവിടെ പോയി വന്നിരിക്കണമെന്ന് ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ എന്താ അതിന് പ്രമാണം? നമ്മുടെ അനുഭവത്തിലെ അശാന്തത. അപ്പോൾ എപ്പോഴും ശങ്കയുണ്ടാവും.
അതുകൊണ്ട് ശങ്കയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ള അനുഭവ അനാരൂഢ വിഷയങ്ങളെ മാറ്റി അനുഭവ ആരൂഢ വിഷയങ്ങളെ വേണം ഗ്രഹിക്കാൻ. അങ്ങനെ അല്ലാത്തതൊക്കെ തള്ളിക്കളയണം. അപ്പോൾ സ്വർഗം, നരകം, മുൻപിൻ ജന്മങ്ങൾ, വൈദികാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ ഒക്കെ ഉള്ളതിനെ തള്ളാം. പരീക്ഷിത് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ശുകമഹർഷി പറഞ്ഞത് കേട്ടേ ഉള്ളൂ. കേട്ട് കേട്ട് ഗ്രഹിക്കുന്നതോടുകൂടി ആ അനുഭവങ്ങളൊക്കെ മാറി 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 ശുദ്ധമായി അവസാനം തൻ്റെ തന്നെ അടിത്തലത്തിൽ ചെന്ന് പറ്റി പിടിച്ചു. തക്ഷകൻ വന്ന് കടിച്ചത് അറിഞ്ഞില്ല. ഇങ്ങനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് ഒരു മടിയും ഒന്നും തന്നെ ഉണ്ടാവരുത്. ഇതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ, യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി അന്യതൃണമിവത്യാജ്യം അഭ്യുക്തം പത്മജന്മനാണ്. യുക്തിസഹമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു കുട്ടി പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കണം. അല്ലാത്തതോ ബ്രഹ്മാവ് പറഞ്ഞാലും പുൽക്കൊടി പോലെ തള്ളിക്കളയണമെന്ന്. കേൾക്കുന്നുണ്ടോപ്പാ നിങ്ങൾ? ഇല്ല. നമ്മുടെ ബുദ്ധി എന്തിനാ? വെളിപ്പെടുത്താനാണ്. ബുദ്ധി മാത്രമേ അറിവ് കൈകാര്യം ചെയ്യുള്ളൂ. ആ ബുദ്ധിയുടെ മുൻപിൽ യുക്തിസഹമായി പരിശോധിച്ച് നോക്കിയതിന് ശേഷം വേണം എന്തും സ്വീകരിക്കാൻ. ബൃഹസ്പതി ദേവന്മാരുടെ ആചാര്യന. അദ്ദേഹം പറയുക, കേവലം ശാസ്ത്രം ആശ്രിത്യ ന കർത്തവ്യോ ഹി നിർണയ യുക്തിഹീനെ വിചാരേതു ധർമ്മഹാനി പ്രജായത്. ശാസ്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും സ്വീകരിക്കരുത്. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് എന്താ പ്രയോജനം? അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? എപ്പോഴാണ് പറ്റുക? അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾ യുക്തിസഹമായിരിക്കുന്ന ബുദ്ധി സമ്മതമുദ്ര തന്നാൽ മാത്രമേ നിങ്ങളതിനെ സ്വീകരിക്കാവൂ. കേൾക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതം നമ്മളിൽ രചിച്ച് മുഴുമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഇനി ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം നമ്മൾക്ക് വിളിച്ച് പറഞ്ഞു തരണത്. എന്താ? ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഒന്ന്, ഈശ്വരനോട് ഭക്തി. എത്രത്തോളം ഈശ്വരനോട് ഭക്തിയും അടുപ്പമുണ്ടോ അത്രത്തോളം ഈ നശ്വര ലോകത്തോട് വൈമനസ്യവും വേണം. ഒരാൾ നല്ലപോലെ കുളിയും കുറിയൊക്കെ കഴിച്ച് ഹോ ഹോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാലോ തൊട്ടതിൽ 90-ലും ആയിരക്കണക്കിന് ആശയാണ്. അങ്ങനെ ഒരാളെ ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല. ഭക്തന് ഭഗവാൻ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. ആ ഭഗവാൻ സർവസ്വമാണ്, എല്ലാം തരും ചെയ്യും. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഇത് 3 എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം മൂട്ടിത്തരണേന്ന് ചോദിച്ചാൽ, വിശക്കുന്നവൻ ഊണ് കഴിക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് വായിലേക്ക് ഇടുമല്ലോ. ആ വായിലേക്ക് ഇടുന്ന സമയത്ത് തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം. അത് കഴിക്കുമ്പോൾ വായിന് നല്ല രുചിയാണ്, ശരീരത്തിന് പോഷണമാണ്, വിശപ്പ് മാറും ചെയ്യും. ഇത് 3 ഒരേ സമയത്ത് ഉണ്ടാകുന്ന പരിണാമങ്ങളാണ്, നേട്ടങ്ങളാണ്. അതുപോലെ ഈ ശ്രീമദ് ഭാഗവതം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെത്താനെ നമ്മുടെ മനസ്സിൽ പരിവർത്തനം വരും, പരിഷ്കാരം വരും, പരിശുദ്ധി വരും, സമ്പന്നത വരും. ഈശ്വരനോട് അടുപ്പം കൂടും, നശ്വരതയോട് അകൽച്ചയും വരും. ഈ 3 ശ്രീമദ് ഭാഗവതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വിട്ട് പലതും ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. എന്തൊക്കെയാ? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥനം, നിരോധം, മുക്തി, ആശ്രയം. അമ്പോ, ഇതൊക്കെ ആർക്കാപ്പാ? നമുക്കെന്ത് വേണം? മനുവാണത്രേ, മന്വന്തരാണത്രേ. ആയിക്കോട്ടെ, ചരിത്രമല്ലേ ഇത്. ലോകത്തിലുള്ള ചരിത്രം മുഴുവൻ ആരെങ്കിലും വായിക്കോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇത് ആർക്ക് കേൾക്കാനാ? ശ്രീമദ് ഭാഗവതം തന്നെ തുറന്നു പറയുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശഃപരേയുഷാം വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. അമ്പോ അമ്പോ,
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അർത്ഥം പറയട്ടെ. കടം മേടിച്ച് കേൾക്കുന്നപ്പോൾ ആ കാത് 2 ചെവി കൊണ്ട് കേട്ടിട്ട് ആവില്ല. കഥായിമാസ്തേ കഥിതാ മഹീയസ. ശുകമഹർഷി പറയാണ്, പരീക്ഷിത്ത് മഹാരാജാവേ, ഞാൻ എത്രയോ കഥകൾ അങ്ങയ്ക്ക് പറഞ്ഞ് കേൾപ്പിക്കുന്നു. മഹാന്മാരുടെ കേമന്മാരുടെ കഥകളൊക്കെ. വിധായ ലോകേഷു യശപ്പരേയുഷാം. കീർത്തിമാന്മാരായിരുന്നു, ലോകത്തിലെ യശസ്സൊക്കെ പരത്തി. ആ പരത്തിയതിന് ശേഷം പോയി എന്ത് കേമന്മാരായിരുന്നു, യശസ് സമ്പാദിച്ചു. എന്നിട്ടോ എന്തുണ്ടായി എന്ന് പറയും? പ്രാണം പോയി. ഇങ്ങനെയുള്ള കേമന്മാർ മുഴുവൻ പോയോപ്പാ? ഒക്കെ പോയി. അപ്പോൾ പിന്നെ ഞാനോ? ഇത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ. അങ്ങയുടെ മനസ്സിൽ അറിവും വൈരാഗ്യവും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞത്. ഇത് മുഴുവനും വചോവിഭൂതിർ നതു പാരമാർത്ഥ്യം. വാക്കിൻ്റെ വൈഭവവും വിലാസവുമാണത്. അല്ലാണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതൊന്നുമില്ല, ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീമദ് ഭാഗവതമാണ് ഞാൻ പറയണത് കേട്ടോ. വചോവിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഭോജൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു കാളിദാസൻ്റെ കാലത്ത്. കാളിദാസനും ഭോജരാജാവും തമ്മിൽ വലിയ ഒരു അടുപ്പാണ്. ഭോജൻ രാജാവാണ്, കാളിദാസൻ സാധാരണക്കാരനാണ്. പക്ഷേ കാളിദാസൻ്റെ കാവ്യം ഭോജന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ ആത്മമിത്രങ്ങളാണ്. പക്ഷേ ഈ ഭോജൻ എന്താ രാജാവല്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമല്ലോ. കാളിദാസൻ എപ്പോഴും അതനുസരിക്കില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയും. അത് ഭോജന് പിടിക്കില്ല. അപ്പോൾ നാട് കടത്തി പോയാൽ പിന്നെ ഉറക്കം വരില്ല ഭോജരാജാവ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയൊക്കെ കണ്ടിട്ട് അമ്മാമൻ മുഞ്ചൻ എന്ത് ചെയ്തു? ഈ കുട്ടി വലുതായാൽ എനിക്ക് നഷ്ടം വരും, ഭോജൻ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഇയാളെ കാട്ടിൽ കൊണ്ടുപോയി കൊന്ന് ചോര എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പടയാളികളുടെ കൂടെ അയച്ചു. അവിടെ ചെന്നിട്ട് പടയാളികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ കൊല്ലാൻ പോവാണ്, രാജാവിൻ്റെ കൽപ്പനയാണ്. ഓ, രാജകൽപ്പനയാണോ? ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് തടസ്സം നടത്താതെ പറ്റില്ല, നടത്തിക്കോളൂ. പക്ഷേ ഒരിത്തിരി നേരം തരും, ഞാൻ എൻ്റെ അമ്മാമന് ഒരു കുറിപ്പ് തരാൻ പറഞ്ഞു. ഒരു കുറിപ്പ് കൊടുത്തു. ആ കുറിപ്പ് ഇതാണ്: മാന്ധാതാസമഹീപതി കൃതയുഗാലങ്കാരഭൂതോഗത സേതുർയേന മഹോദധൗ വിരചിത ക്വാസൗ ദശാസ്യാന്തക അന്യേ ചാപി യുധിഷ്ഠിരപ്രഭൃതയോ യാതാദിവം ഭൂപദേ നൈകേനാപി സമം ഗതാ വസുമതി നൂനം ത്വയാ യാസ്യതി. മാന്ധാത എന്ന് പറഞ്ഞ് കൃതയുഗത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. എന്നിട്ടോ ആരെങ്കിലും പറയോ? എന്നിട്ടോ തീപ്പെട്ടു. വലിയ വിശിഷ്ട രാജാവായിരുന്നു. സേതുർയേന മഹോദധൗ വിരചിത ക്വാസൗ ദശാസ്യാന്തക. സമുദ്രത്തിൽ പാലം കെട്ടി ലങ്കയ്ക്ക് പോയി ദശകണ്ഠൻ രാവണനെ കൊന്ന് വിജയം കൈവരിച്ച് മടങ്ങി വന്നു. ആര്? ശ്രീരാമൻ. അങ്ങോരോ പോയി 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 ഇരുന്നില്ല. അന്യേ ചാപി യുധിഷ്ഠിരപ്രഭൃതയോ യാതാദിവം ഭൂപതേ. പിന്നെ വേറെയും പല രാജാക്കന്മാരും യുധിഷ്ഠിരാദികൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ യാതാദിവം ഒക്കെ സ്വർഗത്തിലേക്ക് പോയി. നൈകേനാപി വസുന്ധര നൈകേനാപി സമം ഗതാ വസുമതി. ഇവരാരുടെ കൂടെയും ആ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന, നല്ലപോലെ ഭരിച്ചുകൊണ്ടിരുന്ന ഭൂതലമുണ്ടല്ലോ, അത് ആരുടെയും കൂടെ പോയില്ല. അമ്മാമൻ്റെ കൂടെ വരുന്നു. കേട്ടു നിങ്ങൾ? എന്ത്? ആ കുട്ടി തന്നതാണ്. നിങ്ങൾ കൊന്നോ? ഇല്ല, കൊന്നിട്ടില്ല. ഞങ്ങളൊരു മൃഗത്തിനെ കൊന്നിട്ട് ചോരയാണ് കൊന്നിരിക്കുന്നത്. ആ കുട്ടി അവിടെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്.
പോയി മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞത്ര. ഇതാണ് ചരിത്രം. അപ്പം നിങ്ങളൊക്കെ ഇവിടെ എന്താ അവസാനം ചെയ്യുക? ഒന്ന് പറയും. പോകും. ഇങ്ങനെ എല്ലാ കാര്യവും തുറന്ന് പറയുക. ഞങ്ങൾ ഈ പറയുന്ന കഥകൾ മുഴുവൻ വചോവൈഭവം മാത്രമാണ്, പാരമാർത്ഥമല്ല എന്ന്. ഇതന്നെയല്ലേ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്? എന്താ പറഞ്ഞേ? പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. കാര്യങ്ങൾ തൊലി ഉരിച്ചാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണത്. ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം ശ്രീമദ് ഭാഗവതം വായിച്ച് നീങ്ങാൻ. പരീക്ഷിത്ത് അത് ചെയ്തു, അതിൻ്റെ ഫലവും ഉണ്ടായി. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് എവിടെയാ സമയം? ഇത് ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ശ്രീകൃഷ്ണൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? ഉദ്ധവനോട്. എല്ലാം കൂടി 12 സ്കന്ധമാണ്. അതിൽ 11ാമത്തെ സ്കന്ധമാണ് മുക്തിസ്കന്ധം, ഏകാദശം. അതിലാണ് നവയോഗികൾ ഉപദേശിക്കുന്നതും ശ്രീകൃഷ്ണൻ ഉദ്ധവന് അവസാനമായി കൊടുത്ത ഉപദേശവും. 2 ഉപദേശമാണ് കൃഷ്ണ പരമാത്മാവ് നൽകിയിരിക്കുന്നത്. ഒന്ന് പടക്കളത്തിൽ വെച്ച് കർമ്മശാസ്ത്രം, ദ്വാരകയിൽ ഇരുന്നു കൊണ്ട് മോക്ഷശാസ്ത്രവും. ഇങ്ങനെ 2 അതിൽ കൃഷ്ണൻ പറയാണ്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്രി അംഘ്രിരേണുവീ. എന്ത്? നിരപേക്ഷം മുനിം ശാന്തം. മനസ്സിലൊരു അപേക്ഷയുമില്ലാതെ. എങ്ങനെയാണ് ഈ അപേക്ഷയില്ലാതെയാവുക? ഈശ്വരന് ഭജിക്കാനോ ആശ്രയിക്കാനോ തുടങ്ങിയാൽ ആ തുടങ്ങിയ ദിവസം മുതൽക്ക് ആശകൾ കൊഴിഞ്ഞു പോകും. ഒന്നിനോടും ഒരു അപേക്ഷ ഉണ്ടാവില്ല. മനനശീലനായി, മനസ്സിന് ശാന്തത വന്നു, ആരോടും ശത്രുതയില്ല, എല്ലാ ദിക്കിലും ഒരുപോലെ പരിലസിക്കുന്നു പരബ്രഹ്മം പരമേശ്വരൻ എന്നൊരു തോന്നൽ. അങ്ങനെ വന്നിട്ടുള്ള ആളെ ഞാൻ എന്തു ചെയ്യും? ആ ഭക്തൻ്റെ പിന്നാലെ പോകുന്നു. അനുവ്രജാമ്യഹം നിത്യം. എന്തിനു വേണ്ടിയിട്ട്? ആ ആളുടെ പാദധൂലിയേറ്റ് എനിക്ക് പവിത്രത വരട്ടെ എന്ന് വിചാരിച്ച്. കേൾക്കുന്നുണ്ടോപ്പാ? ഇല്ല. അപ്പോൾ എന്താ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം എന്നൊന്ന് പറയാമോ നിങ്ങൾ? മനസ്സിനെ അപേക്ഷയില്ലാതെ ആക്കി തീർക്കുക, ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക, തത്വമനനം ചെയ്യുക. മനസ്സിലുള്ള ആശകൾ കൊഴിഞ്ഞു പോട്ടെ, ആരോടും വൈരം തോന്നരുത്. ഈശ്വരനെ ഒരിടത്ത് ക്ഷേത്രത്തിൽ മാത്രം കാണാതെ പഞ്ചഭൂതങ്ങളിലും എല്ലാറ്റിലും ഒരുപോലെ കാണുക. അങ്ങനെ ആയാൽ ആ ഭക്തൻ്റെ പിന്നാലെ ഭഗവാൻ തന്നെ നടക്കും. പാദധൂളിയേറ്റ് ഈശ്വരന് പവിത്രത വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താ മഹാന്തോ അഖിലജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഉദ്ധവനോട് പറയുകയാണ് കൃഷ്ണൻ, ഒന്നിനോടും എൻ്റേതെന്നൊരു തോന്നലില്ലാതെ നിഷ്കിഞ്ചനായിട്ടുള്ളവൻ. എന്തെങ്കിലും ഒന്ന് എന്നോട് എന്ന് തോന്നിയാൽ അയാൾ കിഞ്ചനായി. അതും കൂടി ഇല്ലാത്തവൻ നിഷ്കിഞ്ചനൻ. എന്നിൽ അനുരാഗത്തോടു കൂടിയ മനസ്സുള്ളവൻ. നിങ്ങൾക്ക് ഭഗവാനോട് അനുരാഗം വേണം. നിങ്ങൾ എന്ത് പൂജിച്ചിട്ടും കാര്യമില്ല. മനസ്സിൽ സ്നേഹമുണ്ടോ? ശാന്താഹ, ആശകളെല്ലാം പോയി, മഹാന്തഹ, മഹത്തായ ഒരു ലക്ഷ്യം കൈവരിച്ച്, അഖിലജീവവത്സലാഹ, എല്ലാ ജീവജാലങ്ങളോടും വാത്സല്യം തോന്നണം. കാമൈഹി അനാലബ്ധധിയ, നമ്മുടെ ബുദ്ധിയെ ചുറ്റി ഒരു വിധത്തിലുള്ള ആശകളോ ആഗ്രഹങ്ങളോ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഉള്ളിൽ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത്, ആ സുഖത്തിൻ്റെ പേര് തന്നൈരപേക്ഷ്യം സുഖം. നിരപേക്ഷതയിൽ നിന്ന് കൈവരുന്ന സുഖം. ആരില്ല നിരപേക്ഷത? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവാനാ ഉദ്ധവ? അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാ ദിശഃ.
ഇങ്ങനെ നിഷ്കിഞ്ചനും അകിഞ്ചനും ഒക്കെ ആയിട്ട് കഴിയുന്ന ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് സർവാഹ സുഖമയാദിശ, എല്ലാ ദിക്കുകളും അവർക്ക് സുഖമയാ. എറ്റരായിട്ടോ ഏതാനും ചില സമയത്ത് കണ്ണടച്ചിരിക്കുമ്പോഴോ അല്ല, എപ്പോഴും കാണുന്നയിടം മുഴുവനും സുഖസ്വരൂപമാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? ഈശ്വര സദ്യോ ഹൃദയ അവരുദ്ധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം മനസ്സിരുത്തി ബുദ്ധി നിർത്തി കേട്ട് ഗ്രഹിച്ച് ഒപ്പം ഗ്രഹിച്ച് പോകുന്നവർക്കുണ്ടല്ലോ, എന്തുണ്ടാവും? ഈശ്വരനെ ഉള്ളിൽ പിടിച്ച് കെട്ടാം എന്നാണ് പറഞ്ഞത്. ഈശ്വരനെ ഉള്ളിൽ പിടിച്ച് കെട്ടാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീമദ് ഭാഗവതം ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ നിങ്ങൾ? കെട്ടാൻ നോക്കിയോ? പിന്നെ എന്ത് ഭാഗവതം കേൾക്കല? ഈ ഭാഗവതം കേൾക്കണത് എന്തിനാണോ? പിടിച്ച് കെട്ടാൻ. എവിടെ? ഉള്ളിൽ. അവിടെ കൊണ്ട് ഇരുത്താനല്ല, ഉള്ളിലിരുത്തണം. അതിനാണ് ശ്രീമദ് ഭാഗവതം. അതല്ലേ പരീക്ഷിച്ച് ചെയ്തത്. അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. നവയോഗി സംഭാഷണത്തിൽ ഹരി പറയാണ്, ഒരു വിഗ്രഹത്തിന് വളരെ ഭക്തിയോടുകൂടി പൂജ ചെയ്യുന്നു. അർച്ചായാമേവ ഹരയേ പൂജാമ്യ ശ്രദ്ധയേഹതേ നദത് ഭക്തേഷു ചാന്യേഷു. എന്നാൽ ലോകത്തിൽ നല്ല ഭക്തന്മാരുണ്ട്, അവർ സ്വല്പമെങ്കിലും ശ്രദ്ധിക്കില്ല. ഞാനും എൻ്റെ പൂജയും അത് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാനുള്ള എൻ്റെ ഹരിയുണ്ട്. തൻ്റെ ഹരി എവിടെയാണോ? എല്ലാ ദിക്കിലും ഇല്ലേ? അതുകൊണ്ടില്ല. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഭക്തന്മാരുടെ അടുത്ത് പോയാലല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ നതത് ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. ഭക്തന്മാരോടൊന്നും ഒരു ആദരവോ ഒരടുപ്പോ സാമീപ്യമോ ഒന്നുമില്ല. ആ ഭക്തനാണെന്ന് പറയാം, പക്ഷേ പ്രാകൃത ഭക്തനാണ്, സംസ്കാര സമ്പന്നനല്ല. പിന്നെ ഇത് വിട്ടിട്ട് പിന്നെ എന്താ ഭക്തി? ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സു ച പ്രേമ മൈത്രീ കൃപോപേക്ഷ യ കരോതി സമധ്യമ. ഈശ്വരന് പൂജയോ? എന്തേ? അദ്ദേഹം പറഞ്ഞോ പൂജ ചെയ്യണമെന്ന്? ആ പുഷ്പങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം തലയിലെടുത്ത് ചൂടിയിട്ടുണ്ടോ? കൊടുത്ത പായസം എന്തെങ്കിലും തിന്നാൽ പിന്നെ കൊടുക്കൂല. അപ്പം പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യണത്? ഈശ്വരനപ്പം എന്താ വേണ്ടത്? പ്രേമ മൈത്രി കൃപോപേക്ഷ. ഈശ്വരനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. ഈശ്വര ഭക്തന്മാരോട് സാഹോദര്യവും മൈത്രിയും വേണം. ബാലിശേഷു ദ്വിഷസ്സുജ. നിങ്ങളെ ചെയ്യുന്നത് ഭോഷ്കാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് കൃപ തോന്നണം, ശത്രുക്കളോട് ഉപേക്ഷയും വേണം. അങ്ങനെ പ്രേമ മൈത്രി കൃപോപേക്ഷ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ 4 മനോഭാവം മനസ്സിൽ നിർത്തുന്നവൻ മധ്യമഭക്തൻ. ആദ്യത്തതോ പ്രാകൃത ഭക്തൻ. അപ്പം പിന്നെ ഉത്തമ ഭക്തൻ ആരാപ്പാ? ഗൃഹീത്വാഭീന്ദ്രിയൈരർത്ഥാൻ യോനദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണോർമായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമഃ. അപ്പ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ സമ്പർക്കം നടക്കും. ആ സമ്പർക്കത്തിൽ എപ്പോഴും നമുക്ക് വല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാവാം, കുറേശ്ശെ വിഷമങ്ങളുണ്ടാവാം. ആ സമ്പർക്കവേളയിൽ ഒന്നിനോടും നമുക്ക് ദ്വേഷം തോന്നരുത്. ഒരിക്കലും അതിര് കവിഞ്ഞ് തുള്ളിച്ചാടരുത് സന്തോഷം കൊണ്ട്. അങ്ങനെ ഒരു സമീകൃത മനസ്ഥിതിയോടുകൂടി ലോകവ്യവഹാരങ്ങൾ ചെയ്യുന്ന ഭക്തനുണ്ടല്ലോ, ആ ആള് വിഷ്ണോർ മായാമിതം പശ്യൻ. നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, സ്വത്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, വീടുണ്ട്, ഒക്കെയുണ്ട്. ഒക്കെ മനസ്സിലാക്കിക്കോളൂ. വിഷ്ണോർ മായാമിതം പശ്യൻ. നിങ്ങൾക്കുള്ള ഗൃഹം മായാഗൃഹമാണ്, കുടുംബം മായാഗൃഹമാണ്, പ്രതാപം മായാകൃതമാണ്. ആ മായയാണ്, സത്യമല്ല എന്നുള്ളൊരു വിചാരത്തോടു കൂടി ആരിയ്ക്കണോ അയാളാണ് ഉത്തമ ഭാഗവതൻ. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഗൗഹനാശ
പ്രണയരശനയ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. അതെ, നിങ്ങളിങ്ങനെ കണ്ണും നെട്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ നിർത്തി എന്നെ നോക്കണില്ലല്ലോ. എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെ കാണിക്കാൻ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ അപ്പോൾ അതിലാണ് ശ്രദ്ധ പോവുക. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ. ആരുടെ ഹൃദയത്തെയാണോ ശ്രീഹരി വിടാതെ ഇരിക്കുന്നത്? എപ്പോഴാണ് വിടാതെ ഇരിക്കുക? വെറുതെ ഒന്നുമല്ല, ശ്രീഹരിയെ പിടിച്ച് അവിടെ കെട്ടിയിടണമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീഹരിയെ പിടിച്ച് കെട്ടിയിടണം. എവിടെ? നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ കെട്ടിയിടണമെങ്കിൽ കയറ് വേണമല്ലോ. ആ കയറ് എവിടെയാണ് കിട്ടുക? അങ്ങാടിക്കൊന്നും പോണ്ട, ഒരു പൈസ ചിലവുമില്ല. യശോദ ചെയ്ത തെറ്റെന്താ? അരേലാ കെട്ടി സുഖമായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആരും കെട്ടാൻ പുറപ്പെടണില്ല. പുറപ്പെടും ഇന്ന് തന്നെ, ഇപ്പം തന്നെ. പക്ഷെ എവിടെ കെട്ടണം? അരയിൽ. എന്തുകൊണ്ട് കെട്ടും? പ്രേമക്കയറെടുത്ത്, പ്രണയ രചനയെടുത്ത് അങ്ങനെ കെട്ടി ആരുടെ ഹൃദയത്തിൽ നിന്നാണോ പോകാതെയിരിക്കുന്നത് ആ ഭക്തനാണ് സഭവതി ഭാഗവത പ്രധാന ഉക്ത. എല്ലാവരിലും വെച്ച് ഏറ്റവും പ്രധാനി. ഇവിടെ നമുക്ക് സ്വാനുഭവമല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഒന്നും മിണ്ടണില്ല. നിങ്ങൾ ഇരിക്കണമെന്നുള്ളത് നിങ്ങളുടെ അനുഭവമല്ലേ? അതോ വേറൊരാൾ പറഞ്ഞു തരണതോ? കേട്ടോ താൻ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ടോ? കാലത്ത് എണീക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എണീക്കണത്? അവിടെ നിങ്ങളല്ലേ പിന്നെ എല്ലാം. പിന്നെയുള്ളത് ഈ ഞാൻ എന്നുള്ളതിൻ്റെ വളർച്ചയും വികാസവുമാണ് മറ്റൊക്കെ. ഈ അനുഭവം തെറ്റിദ്ധരിക്കരുത്. നമുക്ക് 3 പ്രകാരത്തിലാണ്. ഒന്ന് ജാഗ്രത അവസ്ഥ, പിന്നെ ഉറക്കം, പിന്നെ സ്വപ്നം. ഇതിൽ നിങ്ങളെല്ലാവരും ഈ ജാഗ്രത അവസ്ഥയെ മാത്രമേ പിടിക്കുന്നുള്ളൂ. അതിലാണ് ലോകദർശനം. അപ്പം ഞാൻ എണീക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ മൂലം ഞാൻ ലോകത്തെ ഉണ്ടാക്കുന്നതോ അതോ ലോകം സ്വതന്ത്രമായി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ എണീക്കണില്ല, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമില്ല എന്ന് വന്നാൽ ലോകം ഉണ്ടാവുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണത്. എല്ലാവരും പറയണപ്പോൾ ഉണർന്ന്. ഒരു ദിവസമാണോ നിങ്ങൾ ഉറങ്ങണത്? എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട്. 16 മണിക്കൂർ ഉണർന്നിരുന്ന് 8 മണിക്കൂർ കിടന്നുറങ്ങണു. ആ 8 മണിക്കൂറിൽ ഈ 16 മണിക്കൂർ വരെ ഉണ്ടായിരുന്ന ലോകം അമ്പയില്ലാതായി. നിങ്ങൾക്ക് ശരീരബോധമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ലോകമില്ല. ആ സമയത്ത് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങണു. അപ്പോൾ ആ ഉറക്കത്തിലുള്ള ഞാനല്ലേ ഞാൻ? ആ ഉറക്കത്തിൽ നിന്നല്ലാതെ ആരെങ്കിലും ഉണരുന്നുണ്ടോ? ഉണർന്നിട്ട് പിന്നെ ചെയ്യണത് എന്താ? ഉറങ്ങുക. അപ്പോൾ എന്തിനാ ഉണർന്നിരിക്കണേ? കിടന്നുറങ്ങാൻ. എണീറ്റത് എന്തിനാ? ഉറങ്ങാൻ. ഇതാ മിണ്ടാതെ. അപ്പം ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ലോകം ഉണ്ടായി, ഞാൻ ഉറങ്ങിയപ്പോഴോ ലോകം പോയി. അപ്പോൾ ലോകമോ മേലെ ഞാനോ മേലെ? ചുരുക്കം പേരെങ്കിലും പറയുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് പേടി പറയാൻ? കഷ്ടം. എന്തിനാ അമ്മ ഉണർന്നതപ്പാ? ഭാഗവതാണ് പറയണേ, കേട്ടോളൂ. ഈ 3 അവസ്ഥകളെ അന്വയം വ്യതിരേകം എന്ന് പറയുന്ന 2 സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് അപഗ്രഥനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സത്യം സാക്ഷാത്കരിക്കാൻ പറ്റൂ. അന്വയം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് കാണുകയാണ്. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ചേർത്ത് കാണാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലോ കാണാനും പറ്റും. നമുക്ക് 3 അവസ്ഥകളാണ്. ഓരോ അവസ്ഥയും കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരെണ്ണമായി. ഉണർന്നു, പിന്നെ ഉറങ്ങി, ചിലപ്പോൾ സ്വപ്നം കണ്ടു, പിന്നെയും ഉണർന്നു, പിന്നെയും ഉറങ്ങി, അങ്ങനെ. അപ്പോൾ ഉറക്കം ഇങ്ങോട്ട് പോയാൽ ഉണർന്നിരിക്കുന്നു. ഉണർവ് പോയിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ഉണർവ് പോയാൽ പിന്നെ ഉറക്കം കൊണ്ടുവരണത് ആരാ? മനസ്സിലാവില്ലേ പറയണത്?
ഉണർവ് പോയില്ലോ. പോയാൽ പിന്നെ അത് ഉറക്കത്തിന് കൊണ്ടുവരുമോ? അപ്പോൾ ഉണർവ് പോയി ഉറക്കം വന്നു, ഉറക്കം പോയി ഉണർവ് വന്നു, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സ്വപ്നം കണ്ടു, എന്നിട്ട് ഉണർന്നു. ഇവിടെ 3 സാധനങ്ങളാണ്. ഈ 3 സാധനങ്ങളിൽ 4ാമത്തത് ഒരെണ്ണമുണ്ട്. അതിനെ കണ്ടുപിടിക്കാൻ എന്താ വഴി? അന്വയം വ്യതിരേകം എന്ന് പറയുന്ന 2 എണ്ണം പ്രയോഗിക്കണം. അന്വയം എന്താ? ഈ ഉണർന്നിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഉണർന്നിരിക്കുന്നുവോ അതോ ഞാനാണോ ഉണർന്നിരിക്കുന്നത്? അപ്പം ഞാനോടുകൂടി ചേർന്നിട്ടേ ഉണർവിന് നിൽപ്പുള്ളൂ. അതേപോലെ ഉറക്കത്തിനോ അതേ ഞാനുണ്ടെങ്കിലേ ഉറങ്ങാനും പറ്റുള്ളൂ. സ്വപ്നം കാണാനോ ഞാൻ വേണം. എന്നാൽ ഈ ഞാൻ എന്ന് പറയുന്നതിന് 3 ആവശ്യമുണ്ടോ? ഉണർവ് പോയി, ഉണർവില്ലാതെ ഞാനിരിക്കണം, എന്നിട്ടാണ് ഉറങ്ങണത്. ഉറക്കവും പോയി, സ്വപ്നവും പോയി. അപ്പോൾ ഈ 3 അവസ്ഥകൾക്കും എന്നെ ആശ്രയിച്ചിരിക്കണം. ഞാനോ 3 അവസ്ഥയും ഇല്ലാതെ ഇരിക്കുന്നവനാണ്. അപ്പോൾ ഇതിൻ്റെ സത്യം എന്താ? സത്യം ഉണർവ്, ഉറക്കം, സ്വപ്നം, ഇതാണോ സത്യം? അതോ ഇത് 3ഉം ആര് വരുത്തി ആരതിലിരിക്കുന്നു ആ ഞാനാണോ സത്യം? ഇതാണത് കണ്ടുപിടിക്കാനുള്ള വഴി. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. യോ ജാഗരേ ബർഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർഹൃദി തത്സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏകഃ സ്മൃത്യന്വയാ ത്രിഗുണവൃത്തി ദൃഗേന്ദ്രിയേശ. ഈ അന്വയം വ്യതിരേകം എന്നുള്ളത് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ. അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറമേ ഉള്ളതൊക്കെ വിട്ട് നമ്മുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾക്ക് വന്ന് ഈ 3 കൂടാതെ അതിൽ 4ാമത്തതൊന്നുണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചാൽ ഈ സത്യസാക്ഷാത്കാരമായി. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഞാൻ കുറച്ച് വേഗമാണ് ചൊല്ലണത്. സാധാരണ നിർത്തി ചൊല്ലുന്ന ആളാണ്. സ്വതവേ ഇതിൽ സ്പീഡുള്ള ആളാണെങ്കിലും നോക്കോളൂ. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ, അവിടുന്ന് തുടങ്ങി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സ്ഥിതിയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഉദ്ഭവം ഉണ്ടാവണമെന്ന് പറയുക ഉറവിടം, അത് കഴിഞ്ഞാൽ പ്രളയം. ഈ 3 എണ്ണത്തിലും അഹേതുരസ്യ, ഈ 3 എണ്ണത്തിനും ഹേതുവാണ്. പക്ഷേ ആ ഹേതുവിന് വേറെ ഹേതുവില്ല. യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഈ 3 എണ്ണം ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആ 3 എണ്ണത്തിലുമുള്ള അതേ പൊരുളാണ് യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. സ്വപ്നത്തിലും ജാഗ്രതയിലും സുഷുപ്തിയിലും അതിനപ്പുറത്തുമുള്ളത് അതേ തന്നെയാണ്. ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന. ഈ സ്ഥിത്യുദ്ഭവ പ്രളയം അതിൻ്റെ ഹേതു 3 അവസ്ഥയിലുള്ളത് അത് തന്നെയാണ്. ദേഹ ഇന്ദ്രിയ ആസു ഹൃദയാനി ചരന്തിയേന. നമ്മുടെ ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും എല്ലാം ചലിപ്പിക്കുന്നതാരോ? സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. അതിനെ പ്രവർത്തിപ്പിക്കുന്ന, ഉജ്ജീവിപ്പിക്കുന്നതായ ആ പൊരുളാണ് പരമസത്യം. ഇപ്പം നിങ്ങൾ പറയും, ഈ ശ്രീമദ് ഭാഗവതം നിഗമകൽപ്പതരുവാണോ അല്ലയോ എന്ന്. എന്താ ഉണ്ടാതെ? നാത്മാജാനനമരിഷ്യതി നൈതദേസൗ നക്ഷീയതേ സമനവിത് വ്യഭിചാരിണാം ഹി സർവത്ര ശശ്വതനപായുപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. നല്ലോണം കേട്ടോളൂ. നാത്മാജാനനമരിഷ്യതി നൈതദേസൗ. ഈ ഞാൻ എന്ന് പറയുന്ന ആത്മാവ് ജനിച്ചിട്ടില്ല, മരിക്കുന്നില്ല.
അത് വൃദ്ധി ക്ഷയം അതുമില്ല. അതെല്ലാറ്റിനെയും നോക്കിക്കൊണ്ട് സാക്ഷിയായിട്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ വികല്പങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സുണ്ടാക്കി തീർക്കുന്നതാണ്. ഹംസഗീത എന്നൊരു ഗീതയുണ്ട്. സനകാദികൾ ചെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചവർ? ഗുണേഷു അവിശദേ ചേതോ ഗുണാശ്ചേതസി ച പ്രഭോ കഥം അന്യോന്യ സന്ധ്യാഗോ മുമുക്ഷോർ അതിഥിതീർഷോ. ബ്രഹ്മാവ് എല്ലാവരെയും സൃഷ്ടിച്ച ആളാണല്ലോ. അദ്ദേഹത്തിന് എപ്പോൾ നോക്കിയാലും സൃഷ്ടിയാ തിരക്ക് ഒക്കെ പുറത്താ. അതുകൊണ്ട് ഉള്ളിലുള്ള ആലോചനയില്ല. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി പരസ്പരം സംയോഗ. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്നു, മനസ്സ് ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കുന്നു. ഇത് രണ്ടും കൂടി തമ്മിലുള്ള യോഗമുണ്ടല്ലോ. ഗുണാശ്ചേതസി ച പ്രഭോ കഥം അന്യോന്യ സന്ധ്യാഗോ. ഈ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിന്ന് വേറെടുത്താനോ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂടി വിടാനോ എങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് സനകാദികൾ ചോദിച്ചു അത്രേ. അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണല്ലോ. അമ്മോ അയ്യത്തടാന്നായി ബ്രഹ്മാവിന്. ഇങ്ങനെയൊരു ചോദ്യം, ഇതെങ്ങനെയാണ് മറുപടി പറയുക? എനിക്കറിയില്ല. അപ്പോൾ പാവം ശ്രീഹരിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു അരയന്നത്തിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരു പക്ഷി. അപ്പോൾ ആരാണ് ഭവാൻ എന്ന് ചോദിച്ചപ്പോൾ ആ അരയന്നം അതിനെ പിടിച്ചിട്ടാണ് മറുപടി പറയുന്നത്. ഈ ചോദ്യം ആരോട് ചോദിക്കുന്നതാ? ശരീരത്തിനോടോ അതോ ഉള്ളിലുള്ളതിനോടോ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവിടെ പറയുന്നുണ്ട്, ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാതചക്രം വിജ്ഞാനമേകമുരുദേവ വിഭാതിമായ സ്വപ്നസ്മൃത ഗുണവിസർഗകൃതോ വികൽപ. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം. എത്ര ത്രിസർഗോ മൃഷാന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയണത്. ഈ കാണുന്നത് മുഴുവനും വിഭ്രമമിതം മനസോ വിലാസം, മനസ്സിൻ്റെ വിലാസം മാത്രമാണിത്. സ്വപ്നം എങ്ങനെയാ? ഒരാൾ കിടന്നുറങ്ങണു, പുതിയൊരു ശരീരത്തോടു കൂടി വാഷിങ്ടണിലേക്കോ അമേരിക്കയോ ഡൽഹിയിലേക്കോ പോയി. ആളവിടെ കിടന്നുറങ്ങുകയല്ലേ ചെയ്യണേ. അപ്പോൾ സ്വപ്നം കണ്ടത് ഏത് ശരീരത്തിലൂടെയാ? പുതിയൊരു ശരീരം. അങ്ങനെ ഒരു ശരീരം അവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താ ഒരു മിണ്ടാതെ? പിന്നെ എങ്ങനെയാ അനുഭവിച്ചേ? അത് ആരുടെ വികൃതിയാ? മനസ്സിൻ്റെ വികൃതിയാണ്. അതിനല്ലേ ഈ അനുഭവം തന്നിരിക്കുന്നത്. ദൃഷ്ടം വിനഷ്ടം അതിലോലമലാതചക്രം. എൻ്റെ കൈ നോക്കിക്കോളൂ. ഇതാ എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ നിങ്ങളൊരു വട്ടം കാണുന്നുണ്ടോ ഇല്ലേ? വാസ്തവത്തിൽ വട്ടമുണ്ടോ? എവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരെണ്ണല്ലേ ഉള്ളൂ. അതെങ്ങനെയാണ് വട്ടാക്കണത്? കണ്ണിന് അതിനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കൃത്രിമത തുറന്നു പോണത്. വിജ്ഞാനമേക മുരുദേവ വിഭാതിമായ. ഇവിടെ എല്ലാം കൂടി ശുദ്ധപ്രജ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ആ ഉൾസാന്നിധ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. കർമാകർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകിക വേദസ്യ ചേശ്വരാത്മത്വാത് തത്ര മുഹ്യന്തി സൂരയ. ഈ വേദങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വലിയ അറിവും യോഗ്യതയുമുള്ള വിദ്വാൻമാർക്ക് പോലും മോഹമാണ്. കർമ്മമോക്ഷായ കർമാണി. ഈ കർമ്മമൊക്കെ ചെയ്ത് മതി എന്നുള്ള ഒരു വെറുപ്പും ഒരു വൈമനസ്യവും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ ഒരു മത്തങ്ങ ഉണ്ടായിട്ടല്ലാന്ന്. ഞാനിത് ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്രേ. ഇനി എനിക്ക് രണ്ട് കാര്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ കൃഷ്ണൻ എവിടെ നോക്കിയാലും മനുഷ്യരോട് പറയുന്നത്, ഇപ്പോൾ ഇവിടെ രാസലീല ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും ജീവാത്മാവ് പരമാത്മാവ്. എവിടെ ഈ ജീവാത്മാവും പരമാത്മാവും? അത് രാസലീലയായിട്ട് എന്താ ബന്ധം? രാസലീലയിലെ കൃഷ്ണൻ കുട്ടികളെ വിളിച്ച്
അവരോട് കൂടി രാത്രി വരാമെന്ന് പറഞ്ഞു, കളിക്കാമെന്ന് പറഞ്ഞു തുറന്നു നടക്കണ സംഭവമാണ്. അത് വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ പോരെ? ജീവാത്മാവും പരമാത്മാവും വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ പറയണ മാതിരി. അതിന് അവർ ജീവാത്മാവ്, അവിടെ പരമാത്മാവ്, അതാണോ അവിടെ നടന്നത്? അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെ. എല്ലാം കൂടി ഉണ്ടായിരുന്നത് എല്ലാവർക്കും കാണാവുന്നത് ശരീരം മാത്രമാണ്. അപ്പം അത് ആ ശാസ്ത്രം നോക്കിയിട്ട് അതിൽ വേദവ്യാസ മഹർഷി എന്താ പറഞ്ഞിരിക്കണതെന്ന് വെച്ചാൽ അത് പറയാമെന്ന്. ഞാൻ നമ്മുടെ വിജയനോട് പറയായിരുന്നു, ഞാൻ രാസലീലയെക്കുറിച്ച് എനിക്ക് ജീവിച്ചിരിക്കുന്ന അടുത്ത കൊല്ലം സംസാരിക്കാൻ നോക്കാമെന്ന്. ഞാൻ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ആ ഭാഗം വരുമ്പോൾ എഴുതുന്നതിൽ തുടങ്ങിയിരിക്കുകയാണ്. വളരെ വിഷമം പിടിച്ചൊരു ഭാഗമാണ് ഞാൻ എഴുതാൻ പോണത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് എഴുതാൻ തുടങ്ങിയപ്പോൾ ആശ്രമത്തിൽ ഞാനൊരു 2 ഇഞ്ച് നിലത്തുനിന്ന് പൊന്തി നടക്കുന്നതായിരുന്നു എൻ്റെ അനുഭവം, അത് കഴിയുന്നവരെ. അപ്പോൾ ഇവിടെ ഗോപസ്ത്രീകളോട് ഉദ്ധവനെ പറഞ്ഞേച്ചൊരു ഉപദേശം കൊടുത്തു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്താ? നിഗമകൽപ്പ തരുവോ അല്ലേ ശ്രീമദ് ഭാഗവതം എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പറയുകയാണ്, ഗോപസ്ത്രീകളോട് പോയി പറയുകയാണ്. എന്താ പറഞ്ഞത്? യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. ഞാൻ നിങ്ങളോട് ആരോടും പറയാതെ അക്രൂരൻ വന്ന് ക്ഷണം അറിയിച്ചപ്പോൾ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടി പെട്ടെന്ന് കിടന്നുല്ലോ. എന്താ അതിന് കാരണം എന്നറിയോ? നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വരയും ചെയ്യും, എനിക്ക് പോകാൻ പറ്റില്ല. നിങ്ങളെയൊക്കെ കരയിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും നല്ലത് പറയാതെ പോകില്ല. ഇങ്ങനെ തന്നെയല്ലേ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചതും പറയാതെ. ശ്രീരാമനോട് എനിക്കതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. സീതയോട് പറഞ്ഞ് അതിന് അവസരം കൊടുത്ത് സമ്മതിപ്പിച്ചിട്ട് പോകേണ്ടതായിരുന്നു. അതിന് പ്രായപൂർത്തി വന്ന ആളാണ്, ഗോപസ്ത്രീകളെ പോലെയുള്ള കുട്ടികളെല്ലാം. അപ്പോൾ ഞാൻ പോയി. എന്താ കാരണം എന്നറിയാമോ നിങ്ങൾക്ക്? കേട്ടോളൂ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന വസ്തുക്കളാവട്ടെ അല്ല വ്യക്തികളാവട്ടെ, അത് അടുത്തിരുന്നാൽ അവരുടെ മനസ്സിൽ ശ്രദ്ധ കുറയുമത്രേ. അകന്നിരുന്നാലാണ് അവർക്ക് ആശയും സ്നേഹവും കൂടുതൽ. അതുകൊണ്ട് ഞാൻ അകന്നിരുന്നാൽ നിങ്ങൾ തന്നെത്താനെ എന്നെ ഉള്ളിൽ കണ്ടു തുടങ്ങും. അതാണ് ആവശ്യം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സന്നികൃഷ്ടേ അക്ഷിഗോചരേ. പ്രിയം തോന്നുന്ന ആൾ അടുത്തിരുന്നാൽ കുറച്ച് സന്നികർഷ ദോഷമുണ്ടാവും. ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ അവസാനം ഗജേന്ദ്രൻ പറയേണ്ടതാണ്, എനിക്ക് ആനയുടെ ശരീരമൊന്നും വേണ്ട, ഇതൊക്കെ ആത്മാവിൻ്റെ നിലനിൽപ്പിനെ ആവരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇച്ഛാമി കാലേന നയസ്യ വിപ്ലവ തസ്യ ആത്മലോകാവരണസ്യ മോക്ഷം. എൻ്റെ ഉൾസത്യത്തിനെ മനസ്സിലാക്കാൻ പറ്റാതെയുള്ള ഒരു ആവരണമുണ്ടല്ലോ തമോ ഗുണത്തിൻ്റെ, അതിൽ നിന്നുള്ള മോക്ഷമാണ് എനിക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. ആര്? കൊമ്പനാന. അപ്പോൾ പിന്നെ മനുഷ്യരെന്ത് വേണം? ഒരു കൊമ്പനാന ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ബുദ്ധി മനസ്സുള്ള നമ്മൾ എന്ത് വേണപ്പാ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരൊറ്റ ലക്ഷ്യം എന്താ? മോക്ഷൈകരസം കുടിപ്പിക്കല. മോക്ഷം എന്ന് പറയുന്ന ഏകരസമുണ്ടല്ലോ, അത് കുടിപ്പിക്കലാണ്. ഉദ്ധവൻ 10-30 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ്, ഗുണദോഷദൃശി. ഒരു ചോദ്യം ഗുണം എന്താണ്, ദോഷം എന്താണെന്നാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതോ ക്ഷീണായോ? ഗുണദോഷ ദൃശദോഷോ ഗുണസ്തു ഉഭയവർജിത. ഗുണം ദോഷം എന്ന് വേർതിരിച്ച് കാണുന്നതാണ് ദോഷം. ഇത് രണ്ടുമില്ലാതെ ഉയർന്ന എല്ലാറ്റിലും ഈശ്വരനുണ്ട്, എല്ലാം ഈശ്വരമയമാണ് എന്ന് കണ്ടാൽ അതാണ് ഗുണം. ഇനി ഇതിലും മീതെ എന്ത് വേണപ്പാ? ദോഷബുദ്ധ്യോ ഭയാതീതോ
നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർഭക. ഉദ്ധവനോട് പറയണതാ. ദോഷം ഗുണം എന്നുള്ള ആ ഭേദബുദ്ധി തന്നെ വിട്ടുകളയൂ. ദോഷബുദ്ധ്യോഭയാതീതോ, ഉഭയാതീതനായിട്ട് ദോഷബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കണ്ട, ഗുണബുദ്ധി കൊണ്ട് എന്തെങ്കിലും ചെയ്യും വേണ്ട. അങ്ങനെ രണ്ടിനെയും അതിജീവിച്ച് ജീവിക്കണത് എങ്ങനെയാ? യഥാ അർഭക. കുട്ടി, ഒരു കുട്ടി ചിലർ വിളിച്ചാൽ പോവും, ചിലർ വിളിച്ചാൽ പോവില്ല. അതിന് ഈ ആൾ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണോ പോകാണ്ടിരിക്കുന്നത്? അല്ല, എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടാണോ പോണത്? ആ കുട്ടി അങ്ങനെ ചെയ്യുന്നു. അതേമാതിരി ഒരു അർഭകനെ പോലെ ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുകയാണ്. രുക്മിണിയും കൃഷ്ണനുമായിട്ടൊരു സംവാദം നടന്നു. കൃഷ്ണനെ പറ്റി ധാരാളം ഭാഗവതം പറയുന്നുണ്ട്, കൃഷ്ണൻ പറഞ്ഞതും പറയുന്നുണ്ട് അതിൽ. രുക്മിണിയോട് എന്താ പറഞ്ഞതെന്ന് കേട്ടോളൂ. രുക്മിണി, ഭവതി എന്നെ കല്യാണം കഴിച്ചത് വലിയ തെറ്റായിപ്പോയി. ഒരിക്കലും ഞാൻ ഭവതിയെപ്പോലെ ഒരു യുവതിക്ക് ചേർന്നവനല്ല. എന്താ കാരണം? നിഷ്കിഞ്ചനാവയം ശശ്വത് നിഷ്കിഞ്ചന ജനപ്രിയാ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. അരയൊക്കെ ഇങ്ങനെ ഇടുങ്ങി സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ വിഷമമാണ്. ശിശുപാലനായിരുന്നു നിനക്ക് പറ്റിയ ആൾ, ഇപ്പോഴും വൈകിട്ടില്ല, ശിശുപാലൻ്റെ അടുത്ത് പൊക്കോളൂ എന്ന് പറയുക രുക്മിണിയോട്. എന്താ പറയണത്? നിഷ്കിഞ്ചന വയം നൂനം, ഒന്നിനോടും ഒരു മമതയില്ലാതെ കഴിയുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് നിഷ്കിഞ്ചനന്മാരാ. നിഷ്കിഞ്ചന ജനപ്രിയാ, ഒന്നുമില്ലാത്ത പാമരന്മാരുണ്ടല്ലോ, അവർക്കാണ് ഞങ്ങളെ ഇഷ്ടം. തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. അതുകൊണ്ട് പ്രായേണ ആഢ്യന്മാരാരും ഞങ്ങളെ ഭജിക്കാറില്ല, എന്നെ ഭജിക്കാറില്ല. അപ്പോൾ രുക്മിണി ചെയ്തത് വലിയ തെറ്റായിപ്പോയി, ഞാൻ പറ്റിയ ആളല്ല. എന്താ കാരണം? ഉദാസീനാവയം നൂനം നസ്ത്യപത്യാർത്ഥ കാമുകാഹ ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ ഗേഹയോർ ജ്യോതിരക്രിയാ. നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അവരൊക്കെ എന്താ പറയണോ? ഉദാസീനാവയം നൂനം. രുക്മിണി, എനിക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല, ഉദാസീനനായ ഞാൻ. ന സ്ത്രീപത്യാർത്ഥകാമുകാഹ, സ്ത്രീയിലോ കുട്ടികളിലോ സന്താനത്തിലോ ധനത്തിലോ താല്പര്യമില്ല എന്ന്. എന്താ കാരണം? ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ. എന്താ ഞാൻ വേണ്ടേ? ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ കടന്നു ചേരാൻ എന്താ വേണ്ടേ പറയും. നിങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കണം ഈ വാക്ക്. ആത്മലബ്ധ്യാസ്മഹേ പൂർണ്ണ. എൻ്റെ ഉള്ളിലുള്ള ആത്മലാഭത്താൽ ഞാൻ പൂർണ്ണനാണ്. അതുകൊണ്ടൊരു സ്ത്രീ വേണമെന്നോ സന്താനം വേണമെന്നോ പണം വേണമെന്നോ സ്വത്ത് വേണമെന്നോ ഇല്ല. ഗേഹയോർ ജ്യോതിരക്രിയാ. വീട്ടിലൊരു വിളക്കുണ്ട്, അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ ഉണ്ട്, നമ്മളിവിടെയൊക്കെ വന്നിരുന്ന് പറയണു കേൾക്കണു പലതും ചെയ്യുന്നുണ്ട്. ഈ വിളക്ക് അതെന്തെങ്കിലും നോക്കി കാണുകയോ അതിലിടപെടുകയോ ചെയ്യുന്നുണ്ടോ? അതുപോലെയാണ് എൻ്റെ നിലാന്ന്. സമന്ത പഞ്ചകത്തിൽ കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹർഷിമാരെല്ലാവരും കൂടി കാണാൻ വന്നു. അപ്പോൾ അവരെ സ്വാഗതം ചെയ്ത് അഭിനന്ദിക്കുന്ന സമയമാണ്. അവിടെ കൃഷ്ണൻ പറയുകയാണ്, ഇതിൽ പറഞ്ഞ ഈ ശ്ലോകം 3 ഇടത്തിൽ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. പറയട്ടെ? ന ഹ്യമ്മയാനി തീർത്ഥാനി. അമ്മയാനി എന്ന് പറഞ്ഞാൽ അപ്പുമയാനി എന്ന്. ജലരൂപത്തിലുള്ളവയല്ല തീർത്ഥങ്ങൾ. ന ദേവാ മൃച്ഛിലാമയാ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ ദേവന്മാരല്ല. തേ പുനന്തി ഉരുകാലേന. കുറേ കാലം ഉപാസിച്ചാൽ ഉപാസനാബലം കൊണ്ട് കുറച്ച് ശുദ്ധി ഉണ്ടാവും എന്നല്ലാതെ അവർക്ക് ശുദ്ധി ഉണ്ടാക്കി തരാൻ പറ്റില്ല.
നേരെ മറിച്ച് സജ്ജനങ്ങളും തത്വജ്ഞാനികളും മഹർഷിമാരുമുണ്ടല്ലോ, ദർശനാദേവ സാധവ, അവരെ പോയി കണ്ടാൽ അവർ നിങ്ങളെയും കാണും. ഓ വന്നിട്ടുണ്ടോ, ശരി എന്ന് പറഞ്ഞ് പറയേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നാഗ്നിർന്ന സൂര്യോ നച ചന്ദ്രതാരക നഭൂർജലം ഖം ശ്വസനോധവാങ്മനഃ ശുഭാസിത ഭേദകൃതോ ഹരന്ത്യകം വിപശ്ചിതോ ഗ്രന്ഥി മുഹൂർത്ത സേവയാ. നമ്മൾ ഭഗവാനാണെന്നും പറഞ്ഞ് പലതിനും പൂജിക്കുന്നുണ്ട്. അതിലെന്തൊക്കെയാ? അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, ജലം, ആകാശം, കാറ്റ്, വാക്ക്, മനസ്സ്, ഇങ്ങനെ പല ദേവതകളെയും നമ്മൾ ഉപാസിക്കുന്നുണ്ട്. ശുഭാസിത, ഇങ്ങനെ ഉപാസിച്ചാൽ ഈ ഉപാസന കൊണ്ട് നമ്മുടെ പാപം അവ അപഹരിക്കുന്നില്ല. എന്താ കാരണം? ഭേദകൃതോ ഹരന്ത്യകം. ഇങ്ങനെ പലതിനെയും ഉപാസിക്കാൻ കാരണം എല്ലാം ഒരുപോലെ ദൈവമാണെന്ന് വിചാരിച്ചിട്ടല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷെ ഇത് പലതാണ്. അപ്പം ഈ പലതാക്കി തീർക്കണു എന്നുള്ളതിനാൽ അവ നമ്മുടെ പാപത്തെ അപഹരിക്കുന്നില്ല. വിപശ്ചിതോ ഗ്രന്ഥി മുഹൂർത്ത സേവയാ. നേരെ മറിച്ച് മഹാജനങ്ങളെ പോയി ഉപാസിച്ചു, അരമിനിറ്റാണെങ്കിലും ശരി, അവരെന്തെങ്കിലും നല്ല വാക്ക്, സത്യം എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെ ഒരു ഉപദേശമോ ഒരു തത്വമനനമോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഇപ്പോൾ ഗംഗയിൽ പോയി മുങ്ങി, ആരാ മുങ്ങണത്? ശരീരം. ഇപ്പം മുങ്ങിയ വെള്ളമല്ല, അവിടുന്ന് അങ്ങോട്ട് മാറി, ഒരേ ഗംഗയല്ല. അപ്പോൾ ഈ മുങ്ങണത് ശരീരമാണ്. മനസ്സിനൊരു മുങ്ങലവിടെ സംഭവിക്കണില്ല. മനസ്സിലുള്ള മുങ്ങൽ എന്താ? ഈ മാതിരിയുള്ള തത്വപ്രവചന ശ്രവണമാണ് നമ്മുടെ മനസ്സിനെ മുക്കുക. അതാണല്ലോ പരീക്ഷത്തിന് സംഭവിച്ചത്. ഇതൊക്കെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഉള്ള സത്യങ്ങൾ. പുറമേയുള്ള നോട്ടം നിർത്തൂ. ജീവിതത്തിൽ എങ്ങനെയായാലും നമ്മൾ വന്ന് പറന്നു കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞുകൂടും. അതിനെ വിലയിരുത്തുന്നതിലാണ് മാറ്റം വരുത്തുന്നത്. എങ്ങനെ വിലയിരുത്തണം? ഇതെല്ലാം ഒരു വിലാസമാണ്, ഒരു പരിലസനമാണ്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളെയും അവ വരുത്തി തീർക്കുന്ന ഭ്രമമാണിത് എന്ന് മനസ്സിലാക്കി ഇതിലൊന്നും മനസ്സ് ഒട്ടിപ്പോകാതെ നമ്മളെ സ്വന്തം നിലനിർത്തിക്കൊണ്ട് ഈശ്വര വിശ്വാസം, ഈശ്വര ഭക്തി, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഈശ്വരനോട് ഭക്തി, ലോകത്തിനോട് വിരക്തി, ഭഗവത് അനുഭവത്തിന് വേണ്ടിയുള്ള കൊതിയും അതിനുള്ള തത്വവിചാരശീലവും, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇത് ഉണ്ടാക്കി തീർക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. എല്ലായിടത്തും രുക്മിണിയോട് സംസാരിക്കുകയാണെങ്കിലും, കുട്ടികളെ കുളിപ്പിക്കുകയാണെങ്കിലും, മഹർഷിമാരോട് സംസാരിക്കുമ്പോഴും എല്ലാ സ്ഥലത്തും ശ്രീകൃഷ്ണൻ ഈ സത്യയെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളൂ. ഇനി കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമുണ്ട്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്ന് മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. അതും നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും വാസുദേവൻ എന്ന് നമ്മൾ പറയണത് ആരെയാണെന്ന്. ഞാനിപ്പോൾ അത് പറയാൻ എനിക്ക് സമയമില്ല, കുറേ ആയി, നിർത്തുക. ഈ ശ്രീമദ് ഭാഗവതം നിഗമകൽപ്പതരോർ ഗളിതം ഫലം, അതങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ഉപനിഷത്തുകളാണല്ലോ എല്ലാറ്റിനും പ്രമാണം, വേദം. അതിൽ നിന്നുള്ള പല കാര്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച് നിങ്ങളോട് സംസാരിച്ചു. അതുതന്നെയാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത് എന്നും കാട്ടി ഇതുവരെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി. കൃഷ്ണൻ എവിടെയും എന്ത് സംസാരിച്ചാലും അതിലൊക്കെ ഈ ആത്മവിഷയം തന്നെയാണ്. അതിലെന്താ പറഞ്ഞത്? വദന്തി തത്വവിദത്തത്വം യജ്ഞാനമദ്വയം, വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അദ്വയജ്ഞാനമാണ് ഇതിൽ സത്യം. അതാണ് സത്യം പരം ധീമഹി. അത് ബുദ്ധി കൊണ്ട് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കുന്ന ബുദ്ധി തന്നെ മനോവൃത്തികളും ബുദ്ധിവൃത്തികളും ഉപശമിച്ച് കാണുന്നവൻ, കാണൽ, കാഴ്ച, ഇതെല്ലാം ഒന്നായി തീരുന്ന വിശേഷപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. അതാണ് സത്യം. അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 എണ്ണം നമുക്കുണ്ടായത്. ഒരു ശരിയായ ഭക്തൻ എന്താ ചെയ്യുക? ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം
ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. അയാൾക്ക് ബ്രഹ്മലോകം വേണ്ട. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം, ഇന്ദ്രലോകവും വേണ്ട. ന സാർവഭൗമം, ലോകത്തിൻ്റെ എല്ലാം ചക്രവർത്തിയായിരിക്കുന്ന പദം വേണോ, അതും വേണ്ട. ന രസാധിപത്യം, പാതാളത്തിലെ ആധിപത്യവും വേണ്ട. ന യോഗസിദ്ധി, യോഗം കൊണ്ട് ചില യോഗസിദ്ധികളുണ്ട്, അതും വേണ്ട. ആ പുനർഭവം വാ, രണ്ടാമത് ജനിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൂല. ഇപ്പോൾ ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല. രണ്ടാമത് ജനിക്കാനുണ്ടെന്ന് ആര് പറഞ്ഞു? ശരീരമല്ലേ ജനിച്ചത്, ആ ശരീരത്തെ ദഹിപ്പിച്ചുവല്ലോ, പിന്നെ രണ്ടാമത് ജനിക്കുമോ? അത് ഇനി ശരീരമല്ലാത്ത ഒന്നാണെങ്കിൽ അതിന് ജന്മവും മരണവും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ രണ്ടാമത് ജനിക്കണ്ട എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല, ഭൂഷ്കാണത്. ന യോഗസിദ്ധി അപുനർഭവം വാ മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. എന്നിൽ മനസ്സിനെ അർപ്പിച്ച് കഴിഞ്ഞവന് വേറെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ സന്ദേശം. ശരി, നമുക്ക് നിർത്തുക. ഈ സഭാനികേതൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തോ അത് നിറവേറ്റുന്നതായ ചടങ്ങുകൾ ആണ് നമുക്കിവിടെ നടത്താനുള്ള ഉദ്ദേശം. ഒരു സ്ഥലത്തും ആ സ്ഥലത്തിൽ അധിവസിക്കുന്ന ജനങ്ങളും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംഗതി നടത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. ഇതൊരു സംസ്കാരവും ഒരു അഭിനിവേശവും പ്രതിബദ്ധതയും എല്ലാം ഇതിനാവശ്യമാണ്. ഇപ്പോൾ വ്യാസപ്രസാദം എന്ന് പറഞ്ഞ് മാസത്തിലൊരു പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചു. അത് നന്നായി നടക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമാതിരി നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ഒരു വായന നടത്താം, ശ്രീമദ് ഭാഗവതത്തെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് എന്ന് ഇവർ ചിലർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത് ആരാ നടത്തുക എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയായി അവസാനം ഇപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കുറച്ച് നേരം വായിക്കുകയുണ്ടായി. ആ ഒരു വായന ശ്രീമദ് ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കാനും, നിങ്ങളൊക്കെ വെറുതെ കേൾക്കുന്ന ആൾക്കാരല്ല, അതിൻ്റെ സത്യവും തത്വവും ഒക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ ധാരണ കുറച്ചും കൂടിയും ഗാഠമാക്കണം, വികസിതമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുന്ന് ഒരു നിർദ്ദേശമുണ്ടായി. അതിൻ്റെ പേരിലാണ് ശരി, ഞാൻ പ്രണതിയോട് പറഞ്ഞു, പ്രണതി പോയി വായിക്കൂ. എല്ലാ ദിവസവും ആഴ്ചയിലും പോകാൻ പറ്റിയില്ലെങ്കിലും വേറെ ചിലരെ പറഞ്ഞയപ്പിച്ച് നമുക്ക് വായിക്കാം. അപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുസ്തകം ഉണ്ടാവും, ആ പുസ്തകം നോക്കാം. എന്നിട്ട് ആ വായിച്ച് പോകുന്നതിന് പകരം അതെന്താണ് അതിൻ്റെ സത്ത് എന്ന്, ഈ വായന വളരെ വിശേഷപ്പെട്ടതാണ് ശരിക്കും വായിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങും കൂടിയും നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട്. അതും ഈ സഭാനികേതൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതോടുകൂടി ബന്ധപ്പെട്ട് ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കാണ് നടത്തുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ വർദ്ധിത രൂപം എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം പറ്റുമോ അതെല്ലാം നടത്തണം. ആ നടത്തണമെങ്കിൽ രണ്ട് സംഗതികളാണ് ഇതിനാവശ്യം. ഒന്നാമത്, ഇതിൽ പങ്കെടുക്കാനുള്ള ആൾക്കാർ വേണം. അത് 5, 10, 100, 200 എന്നുള്ളതല്ല. അതിൽ താല്പര്യമുണ്ടെന്ന് ജനസമുദായത്തിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വരണം. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞ് മനസ്സിലാക്കും വേണം. അതുകൊണ്ട് ഇന്നതാണ് പ്രയോജനം, നിങ്ങൾ വരണം, നമ്മൾ സ്നേഹിതന്മാരാണ്, ആ സ്നേഹം സൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊരു നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ അത് നടക്കും. ഞാൻ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികളുണ്ടാവണം. അതിപ്പോൾ നിങ്ങൾക്കൊക്കെ കുട്ടികളായി എന്ന് പറഞ്ഞ് മിണ്ടാൻ്റെ പരമ്പരയിലാണല്ലോ ഈ കുട്ടികൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേരക്കിടാങ്ങളും അവർക്കുള്ള കുട്ടികളും ഒക്കെ നല്ല പാരമ്പര്യത്തോടു കൂടി ജനിക്കണം. അതിൽ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയണത് കുടുംബസ്നേഹം വേണം കുട്ടികൾക്ക്. അതാണ് ആ കുടുംബസ്നേഹത്തെ പോലെ സമാജസ്നേഹവും വേണം. സമാജസ്നേഹം വളരെ പ്രധാനമാണ്. ഇനി മൂന്നാമതൊന്ന് ഞാൻ പറയാറുള്ളത് ഈശ്വര വിശ്വാസം എന്നാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. വിവേകം പോലെയാണ് വിശ്വാസം. വിവേകം ആലോചിച്ചുണ്ടാവുള്ളൂ, വിശ്വാസം അങ്ങനെയുള്ളതല്ല. അത് ജന്മനാ ഉണ്ടാവാം, ക്രമത്തിലും ഉണ്ടാവാം. വിവേകം വളർത്തിയെടുക്കുന്നതാണ്, അതിനെ വർദ്ധിപ്പിക്കാനും പറ്റും.
ആ ഈശ്വര വിശ്വാസം വേണം. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് സ്ഥിതി ഉണ്ടല്ലോ, അത് വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രൊഡക്ടിവിറ്റി, അതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച് സമർത്ഥന്മാരും സമർത്ഥകളുമായി നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ സമ്പദ്സ്ഥിതി അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാവണം. ഇത്രയൊക്കെ ആയാൽ എനിക്ക് തോന്നുന്നു ലോകവും നമ്മുടെ രാജ്യവും വളരെ നന്നാവുന്നു. അതിനൊക്കെ സംഗതി വരട്ടെ. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നമുക്ക് പതുപോലെ ഞാൻ നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സ. ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു സമാപന ഓംകാരം ജപിക്കാം. എല്ലാവരും മുൻപോലെ ആ മുദ്ര എടുത്തോളൂ, കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, എന്നിട്ട് വായും മനസ്സും തുറന്ന് ജപിക്കുക. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു.